ഇപ്പോൾ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുണ്ട്. വിധി ഉടൻ തന്നെ വരും. കോടതിയിൽ വാദം തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയെന്ന് അറിയുന്നു. അല്പസമയത്തിനകം കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയും. ബിജിൻ വായന്തോട് ചേരുന്നുണ്ട്. ബിജിൻ, കോടതി നടപടികൾ ആരംഭിച്ചോ? കോടതി നടപടികൾ എന്തായാലും ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ തെളിവുകൾ, അതായത് ശാസ്ത്രീയ തെളിവുകൾ, ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് നിലവിലിപ്പോൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഉള്ള പരിശോധന, ഒപ്പം തന്നെ തുടർന്നുള്ള വാദങ്ങൾ ഒക്കെയാണ് നടക്കുക. നേരത്തെ പ്രതിഭാഗം നൽകിയ ഗർഭചിത്രത്തിന് താൻ നിർബന്ധിച്ചിട്ടില്ല എന്ന് രാഹുൽ പറയുന്ന ചാറ്റുകളുടെ ഉൾപ്പെടെ സ്ക്രീൻഷോട്ടുകളായിരുന്നു പ്രതിഭാഗം നൽകിയതെങ്കിൽ അതിന്റെ തുടർച്ചയായും അതിന് മുമ്പുമുള്ള സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയാണ് നിലവിലിപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ പ്രത്യേക സമയത്ത് മാത്രമുള്ള ചാറ്റിലെ വിശദാംശങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ അത് നിർബന്ധിക്കുന്നതായോ ഭീഷണിപ്പെടുത്തുന്നതായോ കാണിക്കാൻ കഴിയില്ല. പക്ഷേ അതിന്റെ തുടർച്ചയായും അതിനു മുമ്പും ഒക്കെ ഉള്ള സ്ക്രീൻഷോട്ടുകൾ, ഉള്ള ചാറ്റുകൾ, ആ ചാറ്റുകൾ പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ നേരത്തെ വലിയ സമ്മർദ്ദവും ഭീഷണിയുമൊക്കെ രാഹുൽ പെൺകുട്ടിക്ക് മേൽ നടത്തിയിരുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ രേഖകൾ ഹാജരാക്കാനുണ്ട് എന്ന് ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള രേഖകളാണ് നിലവിലിപ്പോൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും ആ രേഖകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ കോടതി പരിശോധിക്കുന്നത്. ഇന്ന് കൊണ്ട് തന്നെ ഈ തുടർവാദം വേണമെന്നുള്ള ആവശ്യം, ആ തുടർവാദം ഇന്ന് കൊണ്ട് തന്നെ പൂർത്തിയാക്കും. അങ്ങനെയെങ്കിൽ അത് അന്തിമവാദമായിരിക്കും ഇന്ന് പൂർത്തിയാക്കുക. അതിനുശേഷമായിരിക്കും കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. അതേതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ വാദം പൂർത്തിയാക്കി അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വിധി പറയാനായി മാറ്റിവെക്കുന്ന സാഹചര്യത്തിലേക്ക് ഒക്കെ കടക്കും. ഇനി അടുത്ത ദിവസങ്ങളിൽ ഒക്കെ ഈ ബെഞ്ച് നിലവിൽ ലീവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ വിധി പറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ രാഹുൽ നേരത്തെ ഭീഷണിപ്പെടുത്തിയതും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രോസിക്യൂഷൻ എന്തായാലും കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. പ്രതിഭാഗം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും കേസുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ്. രാഹുൽ ഏത് നിമിഷവും കേസുമായി സഹകരിക്കും എന്നുള്ള കാര്യമാണ് കോടതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത്രയും ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം ഒരു തരത്തിലും നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ, അതിന് വഴങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടില്ല. ഇതുവരെ പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പല മേഖലകളിലായി അദ്ദേഹം മുങ്ങി നടക്കുകയാണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ കോടതിയെ നിലവിൽ പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി എന്ത് വിധി പ്രസ്താവിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. സ്വാഭാവികമായും നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യതയാണ് കാണുന്നതാണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ പീഡനം നടന്നിട്ടില്ല, ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു അത്തരം കാര്യങ്ങളാണ് നിലവിൽ എന്തായാലും കോടതിയിൽ ഇപ്പോൾ പ്രതിഭാഗം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം നടന്ന ഗർഭചിത്രവും ഒപ്പം ആ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും പെൺകുട്ടിയെ ഗർഭിണിയാകാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ, വീഡിയോകൾ ഉൾപ്പെടെയുണ്ട്. ആദ്യ കേസിൽ തന്നെ അത്രയധികം തെളിവുകളുണ്ട്, അത്രയധികം വാദങ്ങളുണ്ട്. ഇന്നലെ പ്രോസിക്യൂഷൻ എന്തൊക്കെയാണ് സമർപ്പിച്ചത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞതാണ്. പക്ഷെ രണ്ടാമത്തെ കേസ് കൂടി ഇന്നലെ വരുന്നു. അതുകൂടി ഇന്ന് പ്രോസിക്യൂഷൻ, അത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഉൾപ്പെടെ SIT കടക്കുന്ന സാഹചര്യവും ഉണ്ട്. അത് ഉൾപ്പെടെ ആയിരിക്കില്ലേ കോടതി ഇന്ന് പരിഗണിക്കുക, രണ്ടാമത്തെ കേസ് കൂടി? തന്നെ തീർച്ചയായും ഇന്നലെ വൈകിട്ടാണ് ഈ രണ്ടാമത്തെ കേസിൽ, അതായത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് 23-കാരിയായ പെൺകുട്ടി നൽകിയ പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് സണ്ണി ജോസഫ് പോലീസിന് കൈമാറുന്നു, DGPക്ക് കൈമാറുന്നു. അതിനുശേഷം DGP അത് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് കൈമാറിയത്. അതിനുശേഷം ഉള്ള FIR, ആ FIRന്റെ ഡീറ്റെയിൽസ് കൂടി ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ സിജോ വി ജോൺ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പുതിയ വിവരം? ഇന്നലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൻ്റെ FIR വിവരങ്ങൾ കൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഇപ്പോൾ നിലവിലുള്ള ജാമ്യം ഹർജി അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് കുറച്ച് സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്. കാരണം ഇയാൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ക്രൈമിൽ ഏർപ്പെടുന്ന ആളാണ് എന്നുള്ളത് സംബന്ധിച്ച് പ്രോസിക്യൂഷന് അത് തെളിയിക്കാൻ പറ്റും, അല്ലെങ്കിൽ കോടതിയിൽ അത് സമർത്ഥിക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ പുതിയ നീക്കവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അറസ്റ്റ് തടയണം എന്നുള്ളൊരു ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഈ ജാമ്യ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ സമർപ്പിക്കുകയാണ്. ഇന്നലെ ഈ വിവരം വാദത്തിനിടെ
രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിൽ അറസ്റ്റ് തടയുന്ന തരത്തിലുള്ള യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഇന്നൊരു ഹർജി എന്ന നിലയിൽ തന്നെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഇവർ രണ്ടുപേർ കൂടി പറയുന്ന വാദം പരിഗണിച്ച് ഇവരുടെ നിലപാടുകൾ പരിശോധിച്ചതിന് ശേഷം കോടതിയായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കുക. ഇനി മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യം കിട്ടിയില്ലെങ്കിൽ പോലും നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലോസ്. അപ്പോൾ രാഹുലിന് സ്വാഭാവികമായിട്ടും ഞാൻ അന്വേഷണവുമായി സഹകരിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് പറയും. അത്തരം കാര്യങ്ങളായിരിക്കും രാഹുൽ. പക്ഷേ അപ്പോഴും ഈ പ്രോസിക്യൂഷൻ ബാധിക്കുന്നത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും ഈ കേസ് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റ് സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയാണ്. പോലീസ് അദ്ദേഹത്തിനായുള്ള തെരച്ചിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും കേസുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത ഒരാളെ എങ്ങനെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാൻ കഴിയും എന്നുള്ളതായിരിക്കില്ലേ പ്രോസിക്യൂഷന്റെ ഭാഗം? അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോഴും വലിയ തിരിച്ചടിയായി നിലനിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതാണ്. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്ത് കണ്ടിട്ടില്ല. ഒരു ജനപ്രതിനിധിയാണ്, മണ്ഡലത്തിൽ ഉണ്ടായിരിക്കേണ്ട ആളാണ്. ഈ കേസ് വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രാഹുലിന്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്, പാലക്കാട് എത്തിയിട്ടുണ്ട്. അങ്ങനെ രാഹുലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയി. പക്ഷെ രാഹുൽ അവിടെ ഇല്ല. ഈ നിയമവ്യവസ്ഥയോട് യാതൊരു തരത്തിലും സഹകരിക്കാത്ത ഒരാളാണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ ഈ വാദം നടക്കുന്ന സമയത്തും കോടതിയിൽ അവർ ചൂണ്ടിക്കാണിക്കാൻ ചെയ്തിരുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തെ പ്രോസിക്യൂഷൻ ഈ വാദങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ഉയർത്തുക. പക്ഷേ എങ്കിലും രാഹുൽ നോക്കുന്നത് അറസ്റ്റ് തടയാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം അറസ്റ്റിലായി കഴിഞ്ഞാൽ രാഹുൽ അറിയാം ഇപ്പോൾ 2 കേസുകളാണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഒരു കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നു, അതിന് പിന്നാലെ രണ്ടാമതൊരു കേസ് വരുന്നു. ഇനിയും കേസുകൾ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റിലായിപ്പെടുന്ന ആൾ പിന്നീട് ജാമ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കേസിൽ ആ ജാമ്യം ലഭിക്കുക. അപ്പോൾ ഫസ്റ്റിലത്തെ കേസിൽ ജാമ്യം ലഭിച്ചു വിചാരിക്കുക. പക്ഷേ അയാൾക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റു കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും നോട്ട് ടു അറസ്റ്റ് എന്ന ഒരു ക്ലെയിമിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം നിലനിൽക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതുവരെയും കേസെടുത്തതിന് ശേഷം ഒളിവിൽ കഴിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കോടതി അത്തരത്തിലൊരു ഗ്യാരണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോടതിയെ എങ്ങനെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.